ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജേസമ്മസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പരിപ്പുവടയാണ് ഉണ്ടാക്കുന്നത്. പരിപ്പുവട കഴിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. അപ്പോൾ അതിനായി എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വടപ്പരിപ്പാണ് വേണ്ടത്. ഇത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ വടയ്ക്ക് വേണ്ടിയുള്ള പരിപ്പ് തരാൻ പറഞ്ഞാൽ മതി. ഇത് 1 ഗ്ലാസ് പരിപ്പാണ്, 250 ഗ്രാം വരും. ഇത് 6 മണിക്കൂർ നേരത്തോളം കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഒരു 2 മണിക്കൂർ നേരമെങ്കിലും പരിപ്പ് കുതിർത്ത് വെക്കണം, എങ്കിൽ മാത്രമേ അതൊരു സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ഇത് 2 സവോളയും 2 ചുള ഉള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. 4 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽ മുളക്, അതായത് ചുവന്ന മുളക്, 2 അല്ലി വെളുത്തുള്ളി, കൂടാതെ 1 സ്പൂൺ പെരുംജീരകം, 2 സ്പൂൺ പരിപ്പ് ഞാനെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇത് പരിപ്പ് ക്രഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇനി ഞാൻ ഈ പരിപ്പ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുമ്പോൾ അല്പം പോലും വെള്ളം ചേർക്കണ്ട. ഇപ്പം ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ചതഞ്ഞാൽ മതി. ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉരുട്ടാൻ സാധിക്കണം, അത്രയും മതി. ഇനി നമുക്ക് സവോള, ഉള്ളി, പെരുംജീരകം, മുളക്, കറിവേപ്പില, ഉള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് വരാം. ഇപ്പം എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിടാം, അല്പം കായം ഇടണം. കായം ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഉപ്പ് പാകത്തിന് മാത്രമേ ചേർക്കാവുള്ളൂ. ഇനി മാറ്റി വെച്ചിരുന്ന പരിപ്പ് കൂടെ ഇതിലേക്ക് ഇടാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം, എങ്കിലേ ഇത് നന്നായി വരുള്ളൂ. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് മറ്റേ കയ്യിലേക്ക്, ഉള്ളം കയ്യിലേക്ക് വെക്കണം. എന്നിട്ട് വിരൽ ചേർക്കരുത്. ആ വിരൽ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ വരണം. എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടി ഒരു ചെറിയ ഉരുള എടുത്ത് അങ്ങോട്ട് ഇട്ട് നോക്കണം. അപ്പോൾ അത് താന്നിട്ട് അത് പൊങ്ങി വരുന്നാൽ അത് എണ്ണ പാകമായെന്നുള്ളതാണ്. ഇടാറായിട്ടുണ്ട്. അത് പൊങ്ങി വരാതെ നമ്മൾ മറിച്ചിടാൻ പാടില്ല, അത് പൊടിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമേ ആകാവുള്ളൂ. ഒരു മഞ്ഞ കളറാകുമ്പോൾ നമുക്കത് മറിച്ചിടാം. മീഡിയം ഫ്ലെയിം അല്ല എങ്കിൽ ഉള്ളു വേവില്ല. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാം. ഇത്ര മഞ്ഞ കളർ വരുമ്പോൾ നമുക്കിത് എടുക്കാം. ബാക്കി നമ്മൾ എടുത്തവിടെ ഇടുമ്പം അവിടെ ഇരുന്ന് ഇപ്പോൾ കൂടെ കളർ വരും. അടുത്തത് നമുക്ക് അതുപോലെ ഇടാം. എണ്ണ നന്നായിട്ട് ചൂടായില്ലെങ്കിൽ നമ്മൾ പരിപ്പോടെ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് ഒടിഞ്ഞു പോകും. ഇതൊക്കെ മറിച്ചിടാറായിട്ടുണ്ട്. ഇത് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്കെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. ചൂടോടെ 1 ഗ്ലാസ് കാപ്പി കൂട്ടി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ, എങ്കിൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്തേക്കണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.